morning. So today we are going to discuss independence of path. എന്താണ് path independence? നമുക്ക് let z0 and z1 എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ആണ്. നമ്മുടെ ഒരു ഗിവൻ ഡൊമെയിൻ ഡിയിലെ ഡി എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ ഡിയിലെ രണ്ട് പോയിന്റ്സ് ആണ് z0 ഉം z1. The contour integral over C f of z dz is said to be independent of path if its value is the same for all contours C in D. അല്ലേ, ഒരു ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും ഫോർ ഓൾ കോണ്ടൂർസ് സി ഇൻ ഡി വിത്ത് ആൻ ഇനീഷ്യൽ പോയിന്റ് z0 ആൻഡ് എ ടെർമിനൽ പോയിന്റ് z1. അതായത് ഒരു ഇനീഷ്യൽ പോയിന്റ് z0 ഒരു ടെർമിനൽ പോയിന്റ് z1 ഉണ്ടെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും ഫോർ ഓൾ കോണ്ടൂർസ് സി ഇൻ ഡി. അതിനെയാണ് നമ്മൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക. ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദാറ്റ് പാത്ത് യു വിൽ ബി ഗെറ്റിംഗ് സെയിം വാല്യൂ ഓഫ് ദിസ് ഇൻറ്റഗ്രൽ. ആസ് എ കോൺസിക്വൻസ് ഓഫ് ദി കോഷി-കോർസാറ്റ് തിയറം ഫോർ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ വി ഹാവ് ദി ഫോളോയിങ് തിയറം. അപ്പോൾ നമ്മുടെ കോഷി-കോർസാറ്റ് തിയറത്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് ഈ തിയറം 1 പറയുന്നത് എന്താണ്, if f is an analytic function in a simply connected domain D and C is a contour in D, then integral over C f of z dz is independent of the path C. എന്താ തിയറം പറയുന്നത്, എഫ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ആൻഡ് സി എന്ന് പറയുന്നത് ഒരു കോണ്ടൂർ ഇൻ ഡി ആണെങ്കിൽ ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആയിരിക്കും, പാത്ത് ഇൻഡിപെൻഡൻറ്റ് ആയിരിക്കാം. ഈ ഇൻ്റഗ്രൽ വാല്യൂ എഫ് നമ്മുടെ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡിയിലെ അനലിറ്റിക് ആണ് ആൻഡ് സി ഒരു കോണ്ടൂർ ഇൻ ഡി ആണ്. ഇവിടെ സി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ അല്ല, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 0 ആണ് കോഷി-കോർസാറ്റ് തിയറം യൂസ് ചെയ്ത്. ദിസ് ഇസ് ജസ്റ്റ് എ കോണ്ടൂർ വിത്ത് ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് സി. A contour integral over C f of z dz that is independent of path C is usually written integral z0 to z1 f of z dz ആണ്. വേറെ z0 ഉം z1 ഉം ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് ഓഫ് സി ആണ്. കാരണം ഇവിടെ സിക്ക് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. ഏത് സി എടുത്തു കഴിഞ്ഞാലും പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയത് കാരണം ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും മെൻഷൻ ചെയ്താൽ മതി. There is an easier way to evaluate the contour integral if it is independent of path. For that we have to define antiderivative of a complex function. അപ്പോൾ ആൻറ്റിഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ഡെഫിനിഷൻ: സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമെയിൻ ഡി if there exists a function capital F such that capital F dash of z equal to small f of z for each z in D, then capital F is called an antiderivative of small f. അല്ലേ, സപ്പോസ് സ്മോൾ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇൻ എ ഡൊമെയിൻ ഡി ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ് ഫോർ ഈച്ച് സെഡ് ഇൻ ഡി ആണെങ്കിൽ ദെൻ ക്യാപിറ്റൽ എഫിന് നമ്മൾ എന്ത് വിളിക്കും, ദാറ്റ് ഇസ് കോൾഡ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ദിസ് സ്മോൾ എഫ്. അതായത് ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് എങ്കിൽ ക്യാപിറ്റൽ എഫിന് നമ്മൾ സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ് പറയുക. For example, the function f of z equal to minus cos z is an antiderivative of small f of z equal to sin z. Since f dash of z equal to sin z അല്ലേ, കാരണം ഇവിടെ മൈനസ് കോസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ സെഡ്, അതുകൊണ്ട് മൈനസ് കോസ് സെഡിന് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സൈൻ സെഡ് എന്നാണ് പറയാം. ആസ് ഇൻ റിയൽ കാൽക്കുലസ് the most general antiderivative or indefinite integral of a function f of z is written integral over f of z dz എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, that is equal to capital F of z plus c ആയിരിക്കും. അതായത് integral of small f dz എന്ന് പറയുന്നത് antiderivative of small f plus constant of integration c ആണ്, where capital F dash of z equal to small f of z and c is some complex constant. Since an antiderivative f of function small f has a derivative at each point in a domain D, it is necessarily analytic. അല്ലേ, ഓരോ പോയിന്റിലും ആൻറ്റിഡെറിവേറ്റീവ് ഫംഗ്ഷൻ സ്മോൾ എഫിന് എന്തുണ്ട്, ആൻറ്റിഡെറിവേറ്റീവ് ഓരോ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താ പറയാം, അത് അനലിറ്റിക് ആവും ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി ആയതുകൊണ്ട്. Next, let us present a theorem which is analogous to fundamental theorem of real calculus.
ഇപ്പോൾ നമ്മുടെ റിയൽ കാൽക്കുലസിലെ ഫണ്ടമെന്റൽ തിയറത്തിന് അനലോഗസ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. Let f be continuous in a domain D and capital F be an antiderivative of small f in D. F നമ്മുടെ ഡൊമെയിൻ ഡിയിൽ കണ്ടിന്യൂസ് ആണ്, ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. Then for any contour C in D with initial point z0 and terminal point z1, integral over C f of z dz equal to capital F of z1 minus capital F of z2 ആയിരിക്കും. ഇവിടെ ഇനീഷ്യൽ പോയിന്റ് z0ഉം z1ഉം ആണ് കൊടുത്തത്. അപ്പോൾ എഫ് ഓഫ് z0 മൈനസ് എഫ് ഓഫ് z1 ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. ദിസ് ഇസ് എഫ് ഓഫ് z0 മൈനസ് എഫ് ഓഫ് z1. ഇത് ആക്ച്വലി 2 അല്ല, യു ഹാവ് ടു മേക്ക് ഇറ്റ് 1 ആണ്, 2 അല്ല 1. അപ്പോൾ എഫ് ഓഫ് z0 മൈനസ് എഫ് ഓഫ് z1 ആയിരിക്കും. കാരണം ഇനീഷ്യൽ പോയിന്റ് z0ഉം ടെർമിനൽ പോയിന്റ് z1ഉം ആണ്. therefore integral over c f of z dz equal to capital F of z0 minus capital F of z1. Let us assume C അതിൻ്റെ പ്രൂഫാണ്. നമ്മൾ C ഒരു സ്മൂത്ത് കർവ് ആണ് അസ്യൂം ചെയ്തു. അതിൻ്റെ പാരാമീറ്ററൈസേഷൻ z equal to z of t ആണ്. a less than or equal to t less than or equal to b ആണ്. Since capital F dash of z equal to small f of z for all z in C ആണെങ്കിൽ on C, then small f of z of t എന്ന് പറയുന്നത് എന്താണ്? that is equal to capital F dash of z of t ആണ്, ആൻറ്റി ഡെറിവേറ്റീവ് ആയത് കാരണം. therefore integral over C f of z dz equal to integral a to b contour integral definition f of z of t into z dash of t dt ആണ്. that is equal to f of z of t എന്തായിരുന്നു? capital F dash of z of t ആണ് into z dash of t dt. പക്ഷെ ചെയിൻ റൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? this is equal to integral a to b d by dt of f of z of t dt അല്ലേ? so this is equal to എന്താണ്? യൂസിങ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രലും ഡിഫറൻസിയേഷനും ക്യാൻസൽ ചെയ്ത് പോവും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഓഫ് ടി വിത്തിൻ ദി ലിമിറ്റ് എ ടു ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സെഡ് ഓഫ് എ ആണ്. സെഡ് ഓഫ് ബി എന്തായിരുന്നു? z1ഉം സെഡ് ഓഫ് എ എന്താണ്? z0 ആണ്. സോ ദിസ് ഈക്വൽ ടു എഫ് ഓഫ് z1 മൈനസ് എഫ് ഓഫ് z0 ആണ്. നമുക്കപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവിടെ മിസ്റ്റേക്ക് ആണ്. ദിസ് ഇസ് എഫ് ഓഫ് z1 മൈനസ് എഫ് ഓഫ് z0 ആണ്. ഇവിടെ z0 ആക്കാം, 0 ആക്കാം, f of z0. so integral over c f of z dz equal to f of z1 minus f of z0. Remark, we can draw several immediate conclusions from the above theorem. First, observe that if the contour C is closed, then z0 equal to z1 and consequently contour C closed ആണെങ്കിൽ initial point terminal point എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. and integral over c f of z dz എന്തായിരിക്കും? f of z1 minus f of z0. ഇത് രണ്ട് ഈക്വൽ ആയ കാരണം that will be equal to 0. അപ്പോൾ ഇതെന്തായി? നമ്മുടെ കോഷി-കോഷ തിയറം ആയില്ലേ? Next, since the value of integral over c f of z dz depends only on the points z0 and z1, this value is the same for any contour C in D connecting these points. അല്ലേ? ഏതൊരു കോണ്ടൂറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല C എടുത്തു കഴിഞ്ഞാൽ. ഓൺലി ടെർമിനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. In other words, if a continuous function f has an antiderivative capital F in D, then integral over c f of z dz is independent of the path. The path independent ആയിരിക്കും. In addition, we have the following sufficient condition for the existence of an antiderivative. അതായത് if small f is continuous and integral over c f of z dz path independent ആണ് in a domain D എങ്കിൽ, then f has an antiderivative everywhere in D. All these conclusions together leads to the following theorem, which states that an analytic function possesses an analytic antiderivative. By existence of an antiderivative ആണ് നമ്മുടെ തിയറം പറയുന്നത്. If f is analytic in a simply connected domain D, then f has an antiderivative in D. That is, there exists a function capital F such that capital F dash of z equal to small f of z for all z in D. Existence of antiderivative. Problem. Evaluate the following integrals
where C is any contour from z equal to 0 to z equal to 1 plus I. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ടെർമിനൽ പോയിന്റ് നമുക്ക് അറിഞ്ഞാൽ മതി. സി ഏത് കോണ്ടൂർ ആണെങ്കിലും ദിസ് ഇസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. കാരണം z സ്ക്വയർ ഒക്കെ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് പാത്ത് ഇൻഡിപെൻഡൻസ് പറയാം. സോ ഫസ്റ്റ് പ്രോബ്ലം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, അത് കണ്ടിന്യൂസ് എവറിവെയർ ആണ്. കാരണം പോളിനോമിയൽ ഫംഗ്ഷനെല്ലാം എവറിവെയർ കണ്ടിന്യൂസ് ആണ്. ആൻഡ് സിൻസ് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് ക്യൂബ് ബൈ 3 ഈക്വൽ ടു സെഡ് സ്ക്വയർ, അപ്പോൾ സെഡ് ക്യൂബ് ബൈ 3 ആണ് സെഡ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. കാരണം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെഡ് സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ സെഡ് സ്ക്വയറിന് ഒരു ആൻറ്റി ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് ബൈ 3 ഫോർ എവറി കോംപ്ലക്സ് നമ്പർ സെഡ്. ഹെൻസ് ബൈ ദി ഫണ്ടമെന്റൽ തിയറം നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് അലോങ് സി വെർ സി ഈസ് എനി കോണ്ടൂർ ജോയിനിങ് 0 to 1 plus I ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ് 0 and 1 plus I. ആൻഡ് ഇൻ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് എന്താണ്, ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ 0 to 1 plus I എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. അതെന്താണ്, എഫ് ഓഫ് സെഡ് 1 മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ആണ്. ഇവിടെ സെഡ് 1 plus I ആണ്, സെഡ് നോട്ട് 0 ആണ്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് 1 plus I മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് 0. അപ്പോൾ അത് നമ്മുടെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്തായിരുന്നു, സെഡ് ക്യൂബ് പ്ലസ് 3 ആയിരുന്നു. സോ ക്യാപിറ്റൽ എഫ് ഓഫ് 1 plus I എന്താണ്, 1 plus I ഹോൾ ക്യൂബ് ബൈ 3യും ക്യാപിറ്റൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദിസ് ഈക്വൽ ടു 2 by 3 ഓഫ് 1 മൈനസ് 1 plus I. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അതേപോലെ ബി പാർട്ടും ട്രൈ ഇറ്റ് യുവർ സെൽഫ്. നെക്സ്റ്റ് ഈസ് Cauchy's integral formula. The most important consequence of Cauchy-Gaussian theorem is Cauchy's integral formula. Cauchy-Gaussian theorem ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ Cauchy's integral formula. Cauchy's integral formula express a remarkable fact about an analytic function. Its value everywhere inside a simple closed curve are completely determined by its values on the boundary. Theorem എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, let f be analytic everywhere within and on a simple closed contour C. Cauchy's integral formula states that f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എവറിവെയർ വിത്തിൻ ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. ഒരു സി ഉണ്ട്, അപ്പോൾ ഓൺ ദിസ് സിയും ഇൻസൈഡ് സിയും എഫ് അനലിറ്റിക് ആണ്, ടേക്കൺ ഇൻ ദി പോസിറ്റീവ് സെൻസ്. ആൻഡ് ഇഫ് സെഡ് നോട്ട് ഈസ് എനി പോയിന്റ് ഇന്റീരിയർ ടു സി, ഇതിനകത്ത് വരുന്ന ഏതോ ഒരു ആർബിട്രറി പോയിന്റ് ആണ് നമ്മുടെ സെഡ് നോട്ട് എങ്കിൽ ദെൻ ഫംഗ്ഷൻ വാല്യൂ അറ്റ് സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ് ആണ്. എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ്. In other words, integral over C f of z by z minus z naught dz equal to 2πi into f of z naught ആണ് അല്ലേ. integral over C f of z by z minus z naught dz എന്ന് പറയുന്നത് 2πi LHSലോട്ട് എടുക്കുമ്പോൾ 2πi into f of z naught ആണ്. Proof f of z is equal to f of z naught plus f of z minus f of z naught അല്ലേ. f of z naught f of z naught ക്യാൻസൽ ആയാൽ ബാക്കി ഇത് f of z ആണ്. Therefore integral over C f of z by z minus z naught dz ന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, integral over C f of z naught plus f of z minus f of z naught by z minus z naught dz എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി 1/z മൈനസ് സെഡ് നോട്ട് dz പ്ലസ് സെക്കൻഡ് ടേം എന്താണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്. അതിന് നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി C1 എന്ന് പറയുന്നത് ഡിനോട്ട് ദി സർക്കിൾ വിത്ത് സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ സച്ച് ദാറ്റ് C1 ലൈസ് കംപ്ലീറ്റ്ലി വിത്തിൻ സി. ഇപ്പോൾ സിക്ക് അകത്ത് ഒരു C1 എന്ന് പറയുന്ന സർക്കിൾ എടുത്തു, സെൻറ്റർ 0യും റേഡിയസ് സെൻറ്റർ സെഡ് നോട്ടും റേഡിയസ് ആറും വരുന്ന ഒരു സർക്കിളാണ് ആൻഡ് ഓറിയൻറ്റഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലിയർലി 1/z മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഈസ് അനലിറ്റിക് ഇൻ ദി ക്ലോസ്ഡ് റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് ദീസ് കോണ്ടൂർ സി ആൻഡ് C1. അപ്പോൾ ഇതിനിടയിലുള്ള ഭാഗത്തെല്ലാം നമ്മുടെ ഫംഗ്ഷൻ 1/z മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. ആക്ച്വലി ഇത് C0 അല്ല C1 ആണ്. ആൻഡ് ഓൾ പോയിന്റ്സ് ബിറ്റ്വീൻ ദം. ഹെൻസ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഡീഫോർമേഷൻ ഓഫ് പാർട്സ് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വി ഹാവ് ഇൻ്റഗ്രൽ ഓവർ C 1/z മൈനസ് z naught dz ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C 1/z മൈനസ് z naught dz ആണ്.
പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത്സ് യൂസ് ചെയ്തു. ഇവിടെ C1 is given by z of t equal to z0 plus rho e raised to it ആണ്, where 0 less than or equal to t less than or equal to 2 pi. Therefore, integral over C1 1 by z minus z0 എന്തായിരിക്കും? Integral 0 to 2 pi 1 by z of t minus z0 into z dash of t dt. അത് ചെയ്യാം. അപ്പോൾ you will be getting it as 2 pi I. കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 2 pi I ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. therefore integral over c 1 by z minus z0 dz is equal to 2 pi I എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2. Since f of z is analytic within c, it is differentiable at z0 and hence is continuous at z0. അല്ലേ, f അനലറ്റിക് ആണ് സിയിൽ, അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ z0 ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അതുകൊണ്ട് അത് അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. Hence corresponding to ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും കണ്ടിന്യൂറ്റി എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ യൂസ് ചെയ്ത് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. such that mod f of z minus f of z0 less than epsilon ആണ് whenever mod z minus z0 less than delta. Let C2 എന്ന് പറയുന്നത് എന്താണ്? be a circle with center z0 and radius r less than delta. ഡെൽറ്റേനേക്കാളും ചെറിയൊരു റേഡിയസ് എടുത്തു. such that C2 lies completely within C and is oriented in the counterclockwise direction. Then clearly this function f of z minus f of z0 by z minus z0 is analytic in the closed region consisting of the contours C and C2. C നെ C2 നെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ കോണ്ടൂറിൽ ഈ ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും ആൻഡ് ഓൾ പോയിന്റ്സ് ബിറ്റ്വീൻ ദം. അപ്പോഴും നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് യൂസ് ചെയ്തിട്ട് ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്ന് പറയാം. Now for any z belongs to C2, C2 radius mod z minus z0 equal to r which is less than delta ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ എഫിൻ്റെ കണ്ടിന്യൂറ്റി യൂസ് ചെയ്തിട്ട് mod f of z minus f of z0 less than epsilon ആണെന്ന് പറയാം. Hence on C2 modulus of f of z minus f of z0 by z minus z0 less than epsilon by r ആയിരിക്കും. ഓൾസോ ലെങ്ത് ഓഫ് C2 എന്താ സർക്കിൾ ആണ്, സോ 2 pi r ആണ്. അതുകൊണ്ട് ml ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ട് മോഡുലസ് ഓഫ് ദിസ് ഇൻ്റഗ്രൽ വാല്യൂ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു m ഇൻറ്റു എൽ ആണ്. ഇവിടെ m ആണ് എപ്സിലോൺ ബൈ r, l എന്ന് പറയുന്നത് 2 pi r ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 pi എപ്സിലോൺ. സിൻസ് എപ്സിലോൺ ആർബിട്രറിലി സ്മോൾ ആയത് കാരണം എപ്സിലോൺ ടെൻഡിങ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ C2 f of z മൈനസ് f of z0 by z minus z0 dz ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്തിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? integral over c f of z minus f of z0 by z minus z0 dz is equal to 0 എന്ന് പറയാം. അത് ഇക്വേഷൻ നമ്പർ 4. ഇനി ഫ്രം ഇക്വേഷൻ 1, 2 and 4 you will be getting integral over c f of z by z minus z0. കാരണം ഇക്വേഷൻ 1 എന്ന് പറയുന്നത് സം ഓഫ് ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 4 ആണ്. ഇത് 0 ആണ്. സോ this is equal to 2 pi I into f of z0. അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫായി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൂഫ് കിട്ടി. സോ പ്രോബ്ലം 2, ഇൻ്റഗ്രേറ്റ് z square minus 1 by z square plus 1 in the counter clockwise sense around the circle mod z equal to 1 by 2. അപ്പോൾ ഈ സർക്കിളിലാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ z square minus 1 by z square plus 1 ആണ്. The given function being a rational function is differentiable everywhere except at the points which makes the denominator 0. അപ്പോൾ ഡിനോമിനേറ്റർ എവിടേക്കാണ് 0? z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ ഐ മൈനസ് ഐ എന്ന് പറയുന്ന പോയിന്റ്സ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഹെൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് അനലറ്റിക് ഇൻ എവറി ഡൊമെയിൻ നോട്ട് കണ്ടെയ്നിങ് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ലെറ്റ് f of z ഈക്വൽ ടു z സ്ക്വയർ മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 എടുത്തു. ഹിയർ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി സർക്കിൾ മോഡ് z ഈക്വൽ ടു 1 by 2. അപ്പോൾ 0 സെൻറ്ററും റേഡിയസ് 1 by 2 വരുന്ന സർക്കിളാണ് നമ്മുടെ പാത്ത്. സർക്കിൾ വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 1 by 2. സിൻസ് ദി പോയിന്റ്സ് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ, z ഈക്വൽ ടു ഐയും z ഈക്വൽ ടു മൈനസ് ഐയും ഈ സർക്കിളിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ f എന്ന് പറയുന്നത് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഷി-കോസ തിയറം യൂസ് ചെയ്തിട്ട് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഡയറക്ട്ലി യു ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz ഈക്വൽ ടു 0. ഇനി സെക്കൻഡ്ലി നിങ്ങളുടെ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഹിയർ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഈസ് ദി സർക്കിൾ മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1.
അപ്പോൾ അതെന്താ ഐ സെൻറ്റർ വരുന്ന റേഡിയസ് 1 യൂണിറ്റ് വരുന്ന സർക്കിളാണ്. അവിടെ സർക്കിൾ വിത്ത് സെൻറ്റർ ഐ ആൻഡ് റേഡിയസ് 1 ആണ്. ഈ പോയിന്റ് z ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഈ സർക്കിളിനകത്ത് വരുന്ന ഒരു പോയിന്റാണ്. ആ പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. ആൻഡ് z ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ പുറത്ത് വരുന്ന പോയിന്റാണ്. അപ്പോൾ z² മൈനസ് 1/z² പ്ലസ് 1 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ എന്ന് എഴുതാം. ഇതിൽ z ഈക്വൽ ടു ഐ എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് കോണ്ടൂറിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം, അതായത് z² പ്ലസ് 1 അല്ല z² മൈനസ് 1/z പ്ലസ് ഐ എന്ന് പറയുന്ന ഭാഗം ഈ ഒരു റീജിയനകത്ത് അനലിറ്റിക് ആണ്. ഈ ഒരു പോർഷൻ മാത്രം അനലിറ്റിക് വരാത്തുള്ളൂ. അതാണ് നിങ്ങൾ ആ ഭാഗത്തിനെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ് വിളിക്കുക. ലെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z² മൈനസ് 1/z പ്ലസ് ഐ. ദെൻ എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് ഇൻ്റഗ്രൽ ഓവർ സി z² മൈനസ് 1/z² പ്ലസ് 1 dz എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ സി z² മൈനസ് 1/z പ്ലസ് ഐ ഇൻറ്റു 1/z മൈനസ് ഐ dz. ഇതിൽ ഇത്രയും ഭാഗത്തിനെ നിങ്ങൾ എഫ് ഓഫ് സെഡ് എന്ന് വിളിച്ചു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ z മൈനസ് ഐ dz ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫോം എന്താ? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ z മൈനസ് z നോട്ട് dz ആണ്. z നോട്ടിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് ദിസ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് ആണ്. അപ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് ഐ ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഐ എന്താണ്? എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു z² മൈനസ് 1/z പ്ലസ് ഐ എന്ന് നിങ്ങൾ എലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് ഐ എന്ന് പറയുന്നതിന് വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു i² മൈനസ് 1/i പ്ലസ് ഐ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു ഈ വാല്യൂ. ഇതെന്താണ്? മൈനസ് 2π ആണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് തേർഡ് കോണ്ടൂർ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. അവിടെ ഐയും മൈനസ് ഐയും വരും. സോ സ്യൂട്ടബ്ലി യു ഹാവ് ടു ചൂസ് എഫ് ഓഫ് സെഡ്. അത് നിങ്ങൾ ആ സെക്ഷൻ നിങ്ങൾ ട്രൈ ചെയ്യുക. സിമിലർലി പ്രോബ്ലം 3യും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതും നമ്മുടെ സിമിലർ കൈൻഡ് ഓഫ് പ്രോബ്ലമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.